നല്ല ചൂട് കട്ടൻ്റെ കൂടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആയാലോ ഇന്നത്തേത്. അതിനായിട്ട് ഒരു കപ്പ് കുത്തിരി എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നിങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ശരിക്കും നമ്മൾ അരിയൊക്കെ വറുക്കില്ലേ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ ഇതേപോലെ കിട്ടിയിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വലിയ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് കാഷ്നട്ടും കൂടി ചേർത്ത് ഒന്നിങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട്. ചൂടാറി വന്നാൽ നമ്മുടെ അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. കൂടെ തന്നെ ചെറിയ ജീരകവും ഏലക്കയും കൂടി ചേർത്ത് ഇതേപോലെ ശരിക്കും ഒന്നിങ്ങോട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പൊടിച്ചെടുത്തതായി ഈ മിക്സിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും അതേപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര പാനി ചേർക്കുന്നതിനേക്കാളും ഇതേപോലെ ശർക്കര പൊടിച്ചിട്ട് ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും പൊടിയായിട്ട് കട്ട് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം എല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിച്ചെടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒട്ടും തന്നെ എണ്ണ ചേർക്കാത്ത പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പം മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം കേട്ടോ.